നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ദുഷ്ടനായ ഒരു രാജാവിൻ്റെ ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേൽ രാജാക്കന്മാർ ദാവീദിനെ പോലെ മോശയുടെ പ്രമാണം അനുസരിക്കേണ്ടതാണെന്ന് ആഹാബ് പഠിക്കണമായിരുന്നു. തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറായാൽ ദുഷ്ടനായ ആഹാബിനോട് പോലും ദൈവം കരുണ കാണിക്കും. ഇസ്രായേൽ രാജാവായ ആഹാബ് ദുഷ്ടതയാണ് പ്രവർത്തിച്ചത്. നാബോത്ത് എന്ന ഒരാളിന് ആഹാബ് രാജാവിൻ്റെ ഇസ്രായേലിലുള്ള കൊട്ടാരത്തിന് സമീപം ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, അത് എൻ്റെ കൊട്ടാരത്തിന് സമീപമാകുന്നുവല്ലോ. എനിക്കവിടെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം. ഞാൻ അതിനു പകരം മറ്റൊരു നിലം നിനക്ക് തരാം, അല്ലെങ്കിൽ ന്യായമായ വില തന്നുകൊള്ളാം. ഈ മുന്തിരിത്തോപ്പ് എനിക്കെൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. നാബോത്ത് രാജാവിനോട് പറഞ്ഞു, അതുകൊണ്ട് അത് അങ്ങയ്ക്ക് നൽകുവാൻ യഹോവ എന്നെ അനുവദിക്കുന്നില്ല. ആഹാബ് രാജാവ് വീട്ടിലേക്ക് പോയി. അവൻ നാബോത്തിൻ്റെ മറുപടിയിൽ ദുഃഖിതനും കോപിഷ്ഠനുമായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ രാജാവ് തൻ്റെ കിടക്കയിൽ ഭിത്തിയിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. രാജാവിൻ്റെ ഭാര്യ ഇസബേൽ അടുത്തു വന്ന് ചോദിച്ചു, നീ വിഷമിച്ചിരിക്കുന്നതെന്ത്? എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത്? ആ നാബോത്താണ് കാരണക്കാരൻ. അവൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വിലയ്ക്ക് ചോദിച്ചു. വേണമെങ്കിൽ പകരം മറ്റൊരു തോട്ടം നൽകാമെന്നും പറഞ്ഞു. പക്ഷേ അവൻ അത് എനിക്ക് തരികയില്ലെന്ന് പറഞ്ഞു. ആഹാബ് രാജാവ് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊള്ളാം, അങ്ങല്ലേ ഇവിടുത്തെ രാജാവ്. ഇസബേൽ പറഞ്ഞു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ധൈര്യമായിരിക്കുക. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വാങ്ങിത്തരാം. അതിനുശേഷം ആഹാബിൻ്റെ പേര് വെച്ച് ഇസബേൽ കുറേ കത്തുകൾ എഴുതി. രാജാവിൻ്റെ മുദ്രയും വെച്ച് ഇസ്രായേലിലെ ചില പ്രമുഖ വ്യക്തികൾക്ക് ആ കത്തുകൾ അയച്ചു. കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: ഒരു ഉപവാസ ദിവസം നിശ്ചയിക്കുക, ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിന് മാന്യമായ സ്ഥാനം നൽകുക. അപ്പോൾ ദുഷ്ടമനുഷ്യർ നാബോത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ. ദൈവത്തെയും രാജാവിനെയും അവൻ നിന്ദിച്ചുവെന്ന് അവർ പറയട്ടെ. പിന്നെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇസബേൽ കൽപ്പിച്ചതുപോലെയൊക്കെ നടപ്പാക്കി. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ഇസ്രായേലിലെല്ലാം നാബോത്ത് കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പരന്നു. ഇതറിഞ്ഞപ്പോൾ ഇസബേൽ ആഹാബിനോട് പറഞ്ഞു, നാബോത്ത് മരിച്ചു. നിനക്ക് തരുവാൻ മേടിച്ച മുന്തിരിത്തോട്ടം ഇപ്പോൾ പോയി കൈവശമാക്കിക്കൊള്ളുക. ഉടനെ തന്നെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഹാബ് രാജാവ് പുറപ്പെട്ടു. അപ്പോൾ യഹോവ പ്രവാചകനായ ഏലിയാവിനോട് പറഞ്ഞു, ശമരിയയിൽ ആഹാബ് രാജാവിൻ്റെ അടുത്തേക്ക് പോകുക. നീ അവനെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് കാണും. അവനത് സ്വന്തമാക്കുവാൻ ഒരുങ്ങുകയാണ്. അവനോട്, നീ നാബോത്തിനോട് കൊന്നിട്ടവൻ്റെ വസ്തു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവോ എന്ന് ചോദിക്കുക. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവ നിൻ്റെ രക്തവും നക്കിക്കുടിക്കും. യഹോവയാണ് ഇത് അരുളി ചെയ്യുന്നത് എന്ന് അവനോട് പറയുക. ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോൾ, എൻ്റെ ശത്രുവിനെ ഞാൻ എങ്ങനെ ഇവിടെയും കണ്ടുമുട്ടി എന്ന് ചോദിച്ചു. യഹോവയുടെ ദൃഷ്ടിയിൽ തെറ്റുമാത്രമാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ അനർത്ഥം നിനക്ക് വരുത്തും. നിൻ്റെ കുടുംബത്തിലുള്ള കുട്ടികളെയും യുവാക്കളെയും വൃദ്ധന്മാരെയും ഒരുപോലെ ഞാൻ നശിപ്പിക്കുമെന്ന് യഹോവ നിന്നോട് പറയുന്നു. ഏലിയാവ് മറുപടി പറഞ്ഞു. തൻ്റെ ദുഷ്ടതകളെക്കുറിച്ച് അനുദപിക്കുവാൻ ഏലിയാവിൻ്റെ ഈ വാക്കുകൾ ആഹാബിന് ഇടയാക്കി. അവൻ കുറച്ചു നേരത്തേക്ക് ചാക്ക് പുതച്ച് ആഹാരം വെടിഞ്ഞിരുന്നു. യഹോവ ഏലിയ പ്രവാചകനോട് പറഞ്ഞു, ആഹാബ് സ്വയം എൻ്റെ മുമ്പാകെ വിനയപ്പെടുത്തിയത് കണ്ടുവല്ലോ. അതുകൊണ്ട് അവൻ്റെ ജീവകാലത്ത് ഞാൻ അവന് അനർത്ഥം വരുത്തുകയില്ല. അവൻ്റെ പുത്രൻ്റെ ജീവകാലത്ത് ആഹാബിൻ്റെ കുടുംബത്തിന് അത് സംഭവിക്കും. ഏലിയാവിനെ പോലെ ഒരു വലിയ പ്രവാചകനാകണമെന്നായിരുന്നു ഏലിശായ്ക്കും ആഗ്രഹം. ഏലിയാവിനെ പോലൊരു വലിയ പ്രവാചകനാകണമെന്നായിരുന്നു ഏലിശയ്ക്ക് ആഗ്രഹം. ഏലിയാവിനെ യഹോവ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ കാലമായി. അപ്പോൾ ഏലിയാവ് ഏലിശയോടൊപ്പം ഗിൽഗാലിൽ നിന്ന് യാത്രയായി. വഴി പോകുമ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചുകൊള്ളുക. എന്നോട് ബഥേലിലേക്ക് പോകുവാൻ യഹോവ കൽപ്പിച്ചിരിക്കുന്നു. യഹോവയാണ്, ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. ഏലിശ ഉത്തരം പറഞ്ഞു. അവർ ഒരുമിച്ച് ബഥേലിലേക്ക് പോയി. അതിനുശേഷം ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, ഇവിടെ പാർത്തുകൊള്ളുക. എരിഹോവിലേക്ക് പോകുവാൻ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏലിശ പറഞ്ഞു, യഹോവയാണ്, ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. അവർ ഒരുമിച്ച് എരിഹോവിലേക്ക് പോയി.
അവിടെ താമസിച്ചിരുന്ന ഒരു സംഘം പ്രവാചകന്മാർ ഏലിശയോട്, ഇന്നു നിൻ്റെ യജമാനെ നിന്നിൽ നിന്ന് യഹോവ എടുക്കുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അതെ, എനിക്കറിയാം, ഏലിശ പറഞ്ഞു. എന്നാൽ നാം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. അതിനുശേഷം ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, നീ ഇവിടെ പാർത്തുകൊള്ളുക. യോർദാൻ നദിയിലേക്ക് പോകുവാൻ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഏലിശ പറഞ്ഞു, യഹോവയാണ്, ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. അവർ ഒരുമിച്ച് യാത്ര തുടർന്നു. 50 പ്രവാചകന്മാർ യോർദാൻ വരെ അവരെ അനുഗമിച്ചു. ഏലിയാവും ഏലിശയും നദിക്കരയിൽ നിന്നു. 50 പ്രവാചകന്മാർ അല്പം അകലെയായി നിന്നു. ഏലിയാവ് പുതപ്പെടുത്ത് ചുരുട്ടി നദിയിലടിച്ചു. നദി രണ്ടായി പിളർന്നു. അവനും ഏലിശയും നദിയിലെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. അവിടെ വെച്ച് ഏലിയാവ് ഏലിശയോട് പറഞ്ഞു, എന്നെ യഹോവ എടുക്കും മുമ്പേ ഞാൻ നിനക്കെന്തു ചെയ്യണം? അങ്ങേപ്പോലൊരു പ്രവാചകനാകുവാൻ ഉള്ള ശക്തി എനിക്ക് വേണം. ഏലിശ പറഞ്ഞു. നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ഏലിയാവ് മറുപടി പറഞ്ഞു, എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുന്ന കാഴ്ച നീ കാണുമെങ്കിൽ നിനക്ക് ലഭിക്കും, കാണുന്നില്ലെങ്കിൽ ലഭിക്കുകയുമില്ല. അവർ സംസാരിച്ചു കൊണ്ട് നടന്നു. പെട്ടെന്ന് അഗ്നി പോലെയുള്ള കുതിരകൾ വലിക്കുന്ന ഒരു അഗ്നിരഥം അവരുടെ മധ്യത്തിലെത്തി. ഏലിയാവ് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലിശ അത് കണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ ശക്തനായ നായക, നീ പോയല്ലോ. പിന്നീട് ഏലിശ ഏലിയാവിനെ കണ്ടിട്ടില്ല. ദുഃഖം കൊണ്ട് ഏലിശ വസ്ത്രം രണ്ടായി കീറി. അതിനുശേഷം അവൻ ഏലിയാവിൻ്റെ ശരീരത്തു നിന്ന് വീണ പുതപ്പെടുത്ത് അവൻ തിരികെ നടന്നു. യോർദാൻ്റെ തീരത്തെത്തി. ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ടവൻ ജലത്തിൽ 2 പ്രാവശ്യം അടിച്ചു. നേരത്തെ സംഭവിച്ചതുപോലെ നദി രണ്ടായി പിളർന്നു. 50 പ്രവാചകന്മാർ ഇത് കണ്ടപ്പോൾ ഏലിയാവിൻ്റെ ശക്തി ഏലിശയുടെ മേലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഏലിയാ പ്രവാചകനും ഏലിശ പ്രവാചകനും കാലത്ത് സംഭവിച്ച ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ചരിത്രമാണിത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.